എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് രൂപത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനുള്ള സൗകര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 20 ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും വീഡിയോസ് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക, അതിൻ്റെ ക്വിസും കൂടി അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോഗിൾ കേസ് ഈസ് ദ ഓപ്ഷൻ ഇൻ ദ ഡാഷ്. ടോഗിൾ കേസ് എന്നുള്ളത് ഏത് ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ചേഞ്ച് കേസാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു വേർഡിൻ്റെ കേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ചേഞ്ച് കേസ് എന്നുള്ള ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലുള്ള ഒരു ഓപ്ഷനാണ് ടോഗിൾ കേസ്. ടോഗിൾ കേസ് എഴുതിയുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററും ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും ആ വേർഡിലെ ബാക്കിയുള്ള ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററായിട്ട് വരുന്ന ഈ ഒരു സ്റ്റൈലാണ്. ഈ ഒരു ചേഞ്ച് കേസ് ഓപ്ഷനാണ് ടോഗിൾ കേസ് എന്ന് പറയുന്നത്. ഹൗ മെനി പാരഗ്രാഫ് ഇൻഡൻസ് ആർ ദർ ഇൻ വേർഡ് 2003? വേർഡ് 2003 എത്ര പാരഗ്രാഫ് ഇൻഡൻസ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 ആണ്. ഹൗ മെനി പാരഗ്രാഫ് ഇൻഡൻസ് ആർ ദർ ഇൻ വേർഡ് 2003? 4 ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറക്റ്റ് ലൈൻ ഓപ്ഷൻ. താഴെ പറയുന്നവയിൽ ഒരു കറക്റ്റായിട്ടുള്ള ലൈൻ ഓപ്ഷൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ട്രിപ്പിളാണ്. മൾട്ടിപ്പിൾ, എക്സാക്ട്ലി, ഡബിൾ തുടങ്ങിയവയാണ് കറക്റ്റായിട്ടുള്ള ലൈൻ ഓപ്ഷൻസ്. അതിൽ ഉൾപ്പെടാത്ത ഒരു ലൈൻ ഓപ്ഷനാണ് ട്രിപ്പിൾ. വാട്ട് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബാർ ടാബ്? ബാർ ടാബിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രസ്താവന, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസേർട്സ് വെർട്ടിക്കൽ ലൈൻ ഇൻ ഡോക്യുമെൻറ്റ് അറ്റ് ദ ടാബ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ടാബ് സ്റ്റോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാബ് സ്റ്റോപ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നിശ്ചിത പോയിന്റിലേക്ക് നമ്മുടെ മൗസ് പോയിൻ്റ് ഒറ്റ ക്ലിക്കിലൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ടാബ് സ്റ്റോപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാർ ടാബ് ഉപയോഗിക്കുന്നത് ആ ബാർ ടാബ് വഴി അത് ഡോക്യുമെൻറ്റിൽ ഒരു വെർട്ടിക്കൽ ലൈന് ക്രിയേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാതെ തന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനാണ് ഈ ടാബ് സ്റ്റോപ്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ബാർ ടാബ് ഉപയോഗിക്കുന്നത് ഇൻസേർട്ട് വെർട്ടിക്കൽ ലൈൻ ഇൻ ഡോക്യുമെൻറ്റ് അറ്റ് ദ ടാബ് സ്റ്റോപ്പ്. ടാബ് സ്റ്റോപ്പ് എവിടെയാണോ അവിടെ ഒരു വെർട്ടിക്കൽ ലൈന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർ ടാബ് ഉപയോഗിക്കുന്നത്. ഏരിയൽ ഈസ് വൺ ഓഫ് ദ ഡാഷ്. ഏരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഫോണ്ടാണ്. ഏരിയൽ എന്ന് പറയുന്നത് ഒരു ഫോണ്ടാണ്. വാട്ട് ഈസ് ദ കറക്റ്റ് സ്റ്റെപ്പ് ഫോർ ഇൻസേർട്ടിങ് എ സെൽ? ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ടേബിൾ ഇൻസേർട്ട് സെല്ല്. ടേബിൾ എന്നുള്ള ഓപ്ഷനിൽ ഇൻസേർട്ട് കൊടുക്കുക, അതിൽ സെല്ലാണ് വരുന്നത്. വൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഫ്രം ദ ടേബിൾസ് ആൻഡ് ബോർഡേഴ്സ് ടൂൾ ബാർ. ലൈൻ കളറാണ്. അപ്പോൾ വൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഫ്രം ദ ടേബിൾസ് ആൻഡ് ബോർഡേഴ്സ് ടൂൾ ബാർ. ലൈൻ കളറാണ്. ഇൻസേർട്ട് പേജ് ബ്രേക്ക് ഈസ് യൂസ് ടു ഇൻസേർട്ട് ഡാഷ് എ ന്യൂ പേജ് ആണ്. ഇവിടെ പേജ് ബ്രേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രണ്ട് പാരഗ്രാഫ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു പേജ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അല്ലാതെ ആ പേജിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. അവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ബ്രേക്ക് ഇൻ പേജ്. അതിനല്ല, ഒരു പുതിയ പേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേജ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഓപ്ഷനാണ് ഇൻസേർട്ട് പേജ് ബ്രേക്ക്. വെൻ വി സെറ്റ് റൈറ്റ് ടാബ് ടെക്സ്റ്റ് അപ്പിയേഴ്സ് ടു ദ ഡാഷ് ഓഫ് ദ ടാബ് സ്റ്റോപ്പ്. അതായത് റൈറ്റ് ടാബ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആ ടാബ് സ്റ്റോപ്പിൻ്റെ ഏത് ഭാഗത്തായിട്ട് കാണപ്പെടും? ലെഫ്റ്റ് ഭാഗത്താണ് വരുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. റൈറ്റ് ടാബാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റായിട്ട് വരും. ലെഫ്റ്റ് ടാബാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് ഭാഗത്തേക്ക് വരും. അങ്ങനെയാണ് വരുന്നത്.
റെഫറൻസ് കമാൻഡ് ക്യാൻ ബി ടേക്കൺ ഫ്രം വിച്ച് മെനു? ഇൻസേർട്ട്. റെഫറൻസ് എന്നുള്ള കമാൻഡ് നമുക്ക് ഇൻസേർട്ട് മെനുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റെപ്പ് ഫോർ ടേക്കിംഗ് മെയിൽ മെർജ്? മെയിൽ മെർജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്റ്റെപ്പ് ടൂൾസ്, ലെറ്റേഴ്സ് ആൻഡ് മെയിലിങ്സ്, മെയിൽ മെർജ് ആണ്. ടൂൾസ്, ലെറ്റേഴ്സ് ആൻഡ് മെയിലിംഗ്, മെയിൽ മെർജ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ 1.5 ലൈൻ സ്പേസിങ്? 1.5 ലൈൻ സ്പേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+5. Ctrl+5. ലൈൻ സ്പേസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ ലൈന് തമ്മിലുള്ള ഗ്യാപ്പാണ് ലൈൻ സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനുകൾക്കിടയിൽ 1.5 ലൈൻ സ്പേസിങ് വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഷോർട്ട് കട്ടാണ് Ctrl+5. ഫൈൻഡ് കമാൻഡ് ഈസ് ഇൻ വിച്ച് മെനു? എഡിറ്റ് മെനുവിലാണ് ഫൈൻഡ് കമാൻഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇമെയിൽ ഈസ് വൺ ഓഫ് ദ ഓപ്ഷൻസ് ഓഫ് ഡാഷ് ടൂൾ ബാർ. ഇമെയിൽ ഈസ് വൺ ഓഫ് ദ ഓപ്ഷൻസ് ഓഫ് ടൂൾ ബാർ. വാട്ട് ഈസ് ദ മാക്സിമം സൂം സൈസ് ഇൻ MS Word 2003? MS Word 2003 മാക്സിമം സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 500 ആണ്. ടു മൂവ് ടു ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ് പ്രസ് ഡാഷ് കീസ്. അതായത് ഒരു ഡോക്യുമെൻറ്റിൻ്റെ എൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+End. Ctrl+End ആണ് ടു മൂവ് ടു ദ എൻഡ് ഓഫ് ദ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്. വെൻ യു സേവ് എ ഫയൽ ആസ് വെബ് പേജ്, വേർഡ് കൺവേർട്സ് ദ ഡോക്യുമെൻറ്റ് ഇൻ ടു ഡാഷ് HTML ആണ്. അതായത് നമുക്കൊരു ഫയലിനെ വെബ് പേജായിട്ട് സേവ് ചെയ്യണമെങ്കിൽ ആ വേർഡ് ആ ഡോക്യുമെൻറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. HTML ആണ്. HTMLൻ്റെ ഫുൾ ഫോം പലപ്പോഴായിട്ട് ചോദിക്കാറുള്ളതാണ്. ഓർത്തുവെക്കുക, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളതാണ് HTMLൻ്റെ ഫുൾ ഫോം. HTML എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് നമുക്കൊരു ഫയലിനെ വെബ് പേജായിട്ട് സേവ് ചെയ്യണമെങ്കിൽ വേർഡ് ആ ഡോക്യുമെൻറ്റിനെ HTMLലേക്ക് കൺവേർട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ബോർഡർ ഓപ്ഷൻ ഫ്രം ബോർഡർ ആൻഡ് ഷെയ്ഡിങ് വിൻഡോ. ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് വിൻഡോ. അതായത് താഴെ പറയുന്നവയിൽ ബോർഡർ ഓപ്ഷനിൽ, അതായത് ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ് വിൻഡോയിൽ അവൈലബിൾ അല്ലാത്തത് ഷെയ്ഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്റ്റെൻഡ് സെലക്ഷൻ ടാബ് ക്യാൻ ബി ആക്ടിവേറ്റഡ് ഫ്രം സ്റ്റാറ്റസ് ബാർ. ഇറ്റ് ഷോസ് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്. EXT എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൺ ഓഫ് ദ ഫോളോയിങ് ഫോണ്ട് സൈസ് കനോട്ട് ബി സെലക്റ്റഡ് ഫ്രം ടൂൾ ബാർ. ടൂൾ ബാറിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്ത ഫോണ്ട് സൈസ് 13 എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലും തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അവൈലബിൾ ആണ്. അതും കൂടി ചെയ്ത് പഠിക്കാം. ഏതെങ്കിലും വീഡിയോ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ തന്നെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. Thanks for watching. Have a nice day.